ഹായ് ഫ്രണ്ട്സ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒറ്റ പേര് ഷാഹി കബീർ. മുമ്പ് ചെയ്തിരിക്കുന്ന പടങ്ങൾ ഇദ്ദേഹം റൈറ്റ് ചെയ്ത പടങ്ങളാണ്. ഇലവിഴ പൂഞ്ചിറ, ജോസഫ്, നായാട്ട്, ഈ മൂന്ന് സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ക്യാരക്ടേഴ്സ്. നാലാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോഴും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇവിടെ കുഞ്ചാക്കോ അവതരിപ്പിച്ചിരിക്കുന്ന CI ക്യാരക്ടർ വളരെ ഗ്രൗണ്ടഡ് ആണ്, റിയലിസ്റ്റിക് ആണ്. ഒരു മനുഷ്യന്റെ തനതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാണിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതിലേക്ക് മറ്റു പല എലമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ കാണുന്നവർക്ക് സ്പോയിലറായി തോന്നിയേക്കാം. അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ജോണർ ഞാൻ പറയുന്നില്ല. സസ്പെൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. കാരണം കുഞ്ചാക്കോവനെ ഇങ്ങനെയൊരു ക്യാരക്ടറിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്യാവശ്യം വൾണറബിൾ ആയിട്ടുള്ള കുറച്ച് ആങ്കർ മോഡുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇത്രയും നന്നായി കുഞ്ചാക്കോ ആക്ഷൻ ചെയ്ത പടങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചെറിയൊരു മാലക്കേസിൽ നിന്ന് ആരംഭിച്ച് സിനിമ പോകുന്ന ഒരു പോക്കുണ്ട്. എവിടെയും നിർത്താതെ നല്ല അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എവിടെയും താണു പോകാതെ ഗ്രിപ്പിംഗ് ആയിട്ട് പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പോക്ക്. അതിൻ്റെ അർത്ഥം ഇത് കംപ്ലീറ്റ് സസ്പെൻസ് ത്രില്ലർ എന്നല്ല. പക്ഷെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പല ത്രില്ലേഴ്സിലും നെഗറ്റീവായി അനുഭവപ്പെടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ അവസാനത്തോട്ട് സസ്പെൻസ് ഒക്കെ വരുമ്പോൾ അത് ഇവിടുന്നൊക്കെയോ വലിച്ചഴച്ചതുപോലെ തോന്നും. അത് അനാവശ്യമായ കാര്യങ്ങൾ കുത്തിക്കയറ്റി. ഇവിടെ എല്ലാം പെർഫെക്റ്റ് പ്ലേസിലാണ്. മുമ്പ് തുടക്കത്തിൽ കാണിക്കുന്ന പല സീനുകളും അവസാനം വരുമ്പോൾ കൃത്യമായി കണക്റ്റായി വരും. പിന്നെ കുഞ്ചാക്കോവനെ ഇതിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു ടയർ 1 സ്റ്റാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാസ് എലമെന്റ് അല്ലെങ്കിൽ ഒരു ഓറയൊക്കെ ഇല്ലേ, അത് ഇവിടെ ഇല്ല. അത് ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെ ഓറ ഇല്ലാത്ത ഒരാളായിരുന്നു ഇതിൽ വേണ്ടത്. അത് പെർഫെക്റ്റ് ആയി കുഞ്ചാക്കോവൻ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് മാക്സ് എന്നുള്ള കന്നഡ ഫിലിം കാണുമ്പോൾ കിച്ച സുദീപ് ആ സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെ അതിലുള്ള പല സീനുകളും ഇത് വളരെ ഈസിയായി അദ്ദേഹം മറികടക്കും എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ കുഞ്ചാക്കോവൻ ഈ പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്കൊരു സംശയമാണ്, ഇദ്ദേഹം ഇതിൽ സക്സസ് ആവുമോ, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ആ ഒരു മൊമെന്റ്സ് അങ്ങനെ കീപ്പ് ചെയ്യാൻ ഇതിന്റെ സംവിധായകൻ ജിത്തു അഷ്റഫിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷമാണ് കുഞ്ചാക്കോവന്റെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് വരുന്നത്. എൻ്റെ ഒരു ഓർമ്മയിൽ 2018 അതിൽ അദ്ദേഹം സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ പടങ്ങൾ, ഗിർ, അറിയിപ്പ്, പിന്നെ ചാവേർ, പത്മിനി, അങ്ങനെ കണ്ടമാനം പടങ്ങൾ, ബോഗൻവില്ല ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സേവിങ് ഗ്രേസ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഓഫീസർ ഓൺ ഡ്യൂട്ടി കിട്ടുന്നത്. ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ സെക്കൻഡ് ലീഡായെത്തുന്ന പ്രിയാമണി, അവര് മുമ്പ് മലയാളം ചെയ്ത പടം നേര്, മോഹൻലാലിന്റെ കംബാക്ക് ഫിലിം ആയിരുന്നു. ഇവിടെ കുഞ്ചാക്കോവന്റെ കംബാക്ക് ഫിലിമിലും പ്രിയാമണി ഉണ്ട്. പ്രിയാമണി വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ വേഷം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് ജഗദീഷിന്റെ പ്രസൻസ്. ഇപ്പോൾ ഇറങ്ങുന്ന തുടർച്ചയായ നല്ല പടങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് കാണാറുണ്ട്. ലേറ്റസ്റ്റ് ആയി കിഷ്കിന്ദ കാണ്ഡം, മാർക്കോ, ARM, ഇതിലൊക്കെ അദ്ദേഹം ഉണ്ട്. ഇവിടെയും അദ്ദേഹം നല്ല സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിലെ ആ ഒരു സ്കില്ല് കാണിച്ചു തരികയാണ്. നല്ല വില്ലന്മാർ ഉണ്ടായാലേ നല്ല നായകന്മാർ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഈ സിനിമയിൽ വിശാഖ് നായർ നയിക്കുന്ന ആ ഒരു വില്ലൻ ഗാങ്, അവരെ കാണുമ്പോൾ തന്നെ നല്ല ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള പ്രകടനം. വിശാഖ് നായരുടെ കൂടെ 3-4 പേരുണ്ട്. അവരുടെ പേരൊന്നും കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. വിശാഖ് നായർ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആനന്ദത്തിൽ തുടങ്ങി ഇപ്പൊ ഇവിടെയാണ് എത്തി നിൽക്കുന്നത്. ബോളിവുഡിൽ വരെയുണ്ട്. വാട്ടർ ടൈറ്റ് സ്ക്രിപ്റ്റ്, കുഞ്ചാക്കോവന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ്, 2025 വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസസ്. ഇതല്ലാതെ ഈ സിനിമയെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5.